സമസ്തയ്ക്കുള്ളിൽ പോര് രൂക്ഷമാവുകയാണ്. സുപ്രഭാതത്തിൽ നയം മാറ്റം സംഭവിച്ചെന്ന് സമസ്ത കേന്ദ്ര മുശാവറ അംഗവും സുപ്രഭാതം ചീഫ് എഡിറ്ററുമായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. നയമാറ്റം കൊണ്ടാണ് ഗൾഫ് എഡിഷൻ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത മുശാവറ യോഗത്തിൽ വിഷയം അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുഖപത്രം എന്ന് പറയപ്പെടുന്ന സുപ്രഭാതത്തിൽ ചില നയമാറ്റങ്ങൾ വ്യതിയാനങ്ങളൊക്കെ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. അത് പരക്കെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ നയമാറ്റത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് അതിൻ്റേതായ വഴിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ പോകാനുള്ള ശ്രമങ്ങൾ നടത്തപ്പെടും. അപ്പോൾ ഈ നയമാറ്റം ഉള്ളത് കൊണ്ട് ഈ പശ്ചാത്തലത്തിൽ അതിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ അതിൽ പോകാതിരുന്നത്. അതേ നയമാറ്റങ്ങൾ ചെറിയ രീതിയിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ ഉണ്ടായി അതങ്ങനെ വളർന്നു വരിക ചെയ്യുക. അപ്പോൾ ഇപ്പോൾ അത് പരിഹരിക്കേണ്ട സമയമാണ്. അപ്പോൾ അടുത്ത സമസ്തയുടെ മുശാവറ യോഗങ്ങളിൽ അത് സംബന്ധിച്ച ചർച്ചകൾ നടക്കും. അതിനുള്ള പരിഹാരങ്ങൾ അന്വേഷിക്കും. അങ്ങനെ പരിഹാരങ്ങൾ നടപ്പാക്കപ്പെടും. ഇടതുപക്ഷവുമായി അടുക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. അതിൻ്റെ ധാരാളം ഉദാഹരണങ്ങളൊക്കെ ദൃശ്യമായി കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, ഇത്തരത്തിൽ സുപ്രഭാതത്തിൽ നയമാറ്റം സംഭവിച്ചെന്ന സുപ്രഭാതം ചീഫ് എഡിറ്റർ തന്നെ പറയുമ്പോൾ അത് സമസ്തയിൽ തന്നെ കൂടുതൽ ഭിന്നതകളിലേക്ക് വഴിമാറുകയില്ലേ വിഷയം? അതെ വിഷ്ണു, സമസ്തയിലെ ഈ ഒരു പോര് കഴിഞ്ഞ കുറച്ചു കാലമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ ചർച്ചയായ വിഷയമാണ്. അത് പിന്നീട് മറ്റൊരു തലത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇതാ ഈ പോര് വളരെ രൂക്ഷമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് വിഷയത്തിൽ തുറന്നടിച്ചുകൊണ്ട് സമസ്ത കേന്ദ്ര മുശവറ അംഗവും സുപ്രഭാതം ചീഫ് എഡിറ്ററുമായിട്ടുള്ള ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. കാരണം സുപ്രഭാതത്തിൽ വലിയൊരു നയമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചെറിയ രൂപത്തിൽ തുടങ്ങി അത് മറ്റൊരു തലത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഗൾഫ് എഡിഷൻ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് എന്നുള്ളതാണ്. കാരണം ഈ ചടങ്ങിൽ ഒരുപാട് ആളുകളെ ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട സുപ്രഭാതത്തിന്റെ കവർ ചിത്രങ്ങളെല്ലാം തന്നെ മലപ്പുറം ജില്ലയിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള വസീഫ്, അതുപോലെ തന്നെ KS ഹംസ ഉൾപ്പെടെയുള്ള അവർ പങ്കുവയ്ക്കുന്ന സാഹചര്യം കൂടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അന്ന് തന്നെ വലിയ വിമർശനത്തിലേക്ക് ഈ ഗൾഫ് എഡിഷൻ സുപ്രഭാതത്തിന്റെ ആ ഒരു ചടങ്ങ് വലിയ രീതിയിലേക്ക് വിമർശിക്കപ്പെട്ടിരുന്നു, ചർച്ചയാക്കപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് അതിൽ പങ്കെടുക്കാതെ ഇദ്ദേഹവും സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്റർ കൂടി അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ സുപ്രഭാതത്തിലെ നയമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് പരിഹരിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത മുശാവറ യോഗത്തിൽ ഈ വിഷയം ചർച്ചയാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇടതുപക്ഷത്തിനോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന സാഹചര്യം, സമസ്ത കൂടുതൽ അടുത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടോ എന്ന ചോദ്യത്തിനും അത് തെളിയിക്കുന്ന പല സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത്. അതായത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അത്തരത്തിൽ സമസ്തയ്ക്കുള്ളിലെ ലീഗ് വിരുദ്ധർ ഇത്തരത്തിലൊരു അടുപ്പം ഏകോപിപ്പിക്കാൻ അല്ലെങ്കിൽ ഇവരെ ഏകോപിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. അതിന്റെ ഒടുവിലത്തെ ഫലമായിട്ട് തന്നെയാണ് ഇത്തരം ഈ ഗൾഫ് എഡിഷന്റെ പോസ്റ്ററുകളെല്ലാം തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. എന്തായാലും വലിയ വിഷയത്തിൽ, അതായത് സമസ്ത വിഷയത്തിൽ പോര് കടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. വിഷ്ണു, വ്യക്തമാണ്. സോണലാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.